യെസ്, അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ച ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്ന മൂവി ഇന്ന് 26 റിലീസായി. വേറൊന്നുമല്ല, ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. യെസ്, അപ്പോൾ എനിക്ക് തോന്നുന്നത് 2 years എന്തോ ആയി ഇതിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പയ്യെ 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 സംഭവങ്ങൾ നടക്കുന്നത്. ഇന്ന് ആ മൂവി റിലീസായി. ഇഷ്ടം പോലെ ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അഡ്വർടൈസ്മെന്റ്സും പല രീതിയിൽ ഇവർ ഇന്ത്യയിൽ വന്നു പ്രൊമോഷന്റെ ഭാഗമായിട്ട് കുറേ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹൈപ്പും മൂവിക്ക് കൊടുത്തു. എനിക്ക് മാർവൽസിന്റെ മൂവിയിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഹൈപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനം നമുക്ക് തരും. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ ഗെയിമിനും ഇൻഫിനിറ്റി വാറിനൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനമുണ്ട്. അത് അവർ ആ സാധനം നമുക്ക് ഡെലിവർ ചെയ്തു. ആ എക്സ്പെക്ടേഷൻ ഈ സംഭവത്തിന്റെ ഈ ഒരു ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന്റെ ഹൈപ്പ് വന്നപ്പോഴും എനിക്ക് തോന്നിയായിരുന്നു. യെസ്, മൂവി ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് കിട്ടിയത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരുന്നു. മൂവിയുടെ സ്റ്റാർട്ടിങ് ടു എൻഡ് ഫുള്ളി എൻഗേജ്. അതായത് ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു മൂവി എന്ന് പറയില്ലേ, ഒന്നും തന്നെ ഇല്ല. അവരാ ഒരു 2 hour മൂവി ഉണ്ടെങ്കിൽ ആ 2 hour മൂവിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്ന എല്ലാ സാധനവും ഇൻക്ലൂഡ് ചെയ്തു. നെഗറ്റീവായിട്ട് തോന്നിയ ഒറ്റ കാര്യം, മൂവി 2 hour തീർന്നു എന്നുള്ള. ഒരു 3 hour ഈവൻ 4 hour ആണെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതേപോലത്തെ ഈ ഒരു ഫ്ലോയിൽ പോവായിരുന്നെങ്കിൽ അതേപോലെയാണ് മൂവിയുടെ സംഭവങ്ങൾ പോകുന്നത്. ആക്ഷൻസ് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളായിരുന്നു. കോമഡീസ് ഇഷ്ടം പോലെ, ഡാർക്ക് ഹ്യൂമർ ഉണ്ട്. അതല്ലാണ്ട് ഡിസ്നിനെയും മറ്റേ മാർവൽസിനെയും ഈ പറയുന്ന ഓൾമോസ്റ്റ് ഡിസിനെയും എല്ലാം കളിയാക്കിക്കൊണ്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്കി സീരീസ് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക്, പിന്നെ എക്സ്മാൻ മൂവി ഒന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ എല്ലാം അങ്ങോട്ട് കത്തണമെന്നില്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ ഇതിന്റെ വീഡിയോസ് കിട്ടും, 20 minutes 30 minutes ഒക്കെ ഉള്ള. അതെങ്കിലും കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സംഭവങ്ങൾ മൊത്തത്തിൽ മനസ്സിലാവും. സ്റ്റിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു മാർവൽ മൂവി ജസ്റ്റ് കണ്ടു തുടങ്ങിയ ഒരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടേണ്ട കുറെ സാധനങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ക്യാമിയോസ് ആയിരുന്നു മൊത്തം. നമ്മൾ പല രീതിയിലുള്ള റൂമേഴ്സും കേട്ടു, പക്ഷെ അതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ സാധനങ്ങൾ വന്നു. ദെൻ ചില റൂമേഴ്സിൽ പോലും നമ്മൾ വിശ്വസിക്കാത്ത ക്യാമിയോസ് വന്നിട്ടുണ്ട്. സോ മസ്റ്റ് വാച്ച് മൂവിയാണ്. നിങ്ങൾ ടൈം കളയരുത്. ആൾക്കാർ മൂവി സ്പോയിൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മൂവി പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. യെസ്, ഒരു 8.5 out of 10 എൻ്റെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കൊടുക്കും. എനിക്ക് തോന്നുന്നത് എൻ ഗെയിം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതുവരെ ഇറങ്ങിയ ഡെഡ്പൂൾ മൂവീസിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. എനിക്ക് ഡെഡ്പൂൾ 1 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡെഡ്പൂൾ 2 അത്രയും പോരായിരുന്നു, പക്ഷെ ഇത് ബെസ്റ്റ്. വൂൾവറിനൊക്കെ ചുമ്മാ ഇവർ രണ്ടുപേരുള്ള കോമ്പിനേഷൻ സീൻസ്, വൂൾവറിനൊക്കെ അത്ര ഏജിൽ എങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പുള്ളിയൊക്കെ ചുമ്മാ മാസ് എന്നൊക്കെ പറഞ്ഞ ഫൈറ്റ് ഒക്കെ ചുമ്മാ അട്ടാറ്. രണ്ടുപേരുടെയും ലുക്കും ഫൈറ്റ് സീൻസും എല്ലാം ചുമ്മാ അടിപൊളി. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ മാർവൽ ഫാനാണെങ്കിൽ നിങ്ങൾ 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മസ്റ്റ് വാച്ച്.